കുഴിനക ചികിത്സയ്ക്കായി ഡോക്ടറെ വസതിയിലേക്ക് വിളിച്ചു വരുത്തിയ തിരുവനന്തപുരം കളക്ടറെ വിമർശിച്ച ജോയിന്റ് കൌൺസിൽ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്കലിന് ചാർജ് മെമ്മോ നൽകി. കാരണം കാണിക്കൽ നോട്ടീസ് പിൻവലിച്ചാണ് ചാർജ് മെമ്മോ നൽകിയത്. 15 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, ഇന്ന് കളക്ട്രേറ്റുകളിൽ പ്രതിഷേധമുണ്ടായിരുന്നല്ലോ ഈ നടപടിക്കെതിരെ. അതിന് പിന്നാലെയാണല്ലോ ഇപ്പോൾ ഈ ചാർജ് മെമ്മോ. എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? ഉന്മേഷി, കുഴിനക ചികിത്സയ്ക്കായി തിരുവനന്തപുരം ജില്ലാ ജനറൽ ആശുപത്രിയിൽ OP ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ കളക്ടർ ജെറോമിക് ജോർജ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് വലിയ വിവാദമായിരുന്നു. ഇതിനെതിരെ KGMO അടക്കം രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ നടത്തിയ ചാനൽ ചർച്ചയിലാണ് ജയചന്ദ്രൻ കല്ലിങ്കൽ കളക്ടറെ വിമർശിച്ചത്. മാത്രവുമല്ല, ഒരു തഹസിൽദാർക്ക് അവധി നിശ്ചയിച്ചടക്കമുള്ള ആരോപണവും ജയചന്ദ്രൻ ചാനൽ ചർച്ചയിൽ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെ ജോയിന്റ് കൌൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കലിനെതിരെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് ജില്ലാ കളക്ടറേറ്റിലേക്ക് ജോയിന്റ് കൌൺസിൽ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചത്. തൊട്ടു പിന്നാലെ ഇക്കാര്യത്തിൽ കടുത്ത നടപടിയുമായി വീണ്ടും സർക്കാർ സംവിധാനങ്ങൾ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ചൂണ്ടിക്കാണിക്കേണ്ടത് ഈ ജയചന്ദ്രൻ കല്ലിങ്കലിന് ചാർജ് മെമ്മോ നൽകി എന്നുള്ളതാണ്. കാരണം കാണിക്കൽ നോട്ടീസ് പിൻവലിച്ചിട്ടാണ് ചാർജ് മെമ്മോ നൽകിയിട്ടുള്ളത്. സർവീസ് ചട്ടം ലംഘിച്ചെന്നാണ് ചാർജ് മെമ്മോയിൽ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. 15 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്നും ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു മറുപടി അത് ഉറപ്പാക്കണമെന്നുമായിരുന്നു ചാർജ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. റവന്യൂ സെക്രട്ടറിയാണ് മെമ്മോ നൽകിയിട്ടുള്ളത്. ഇതിന് പിന്നിൽ, അതായത് ഈ പ്രതിഷേധം ഉണ്ടായി തൊട്ട് അടുത്ത മണിക്കൂറിൽ തന്നെ ഇങ്ങനെ ഒരു രീതിയിലുള്ള ഒരു നടപടി, അതിന് പിന്നിൽ IAS അസോസിയേഷൻ ആണ് എന്ന് ജോയിന്റ് കൌൺസിൽ ശക്തമായി വാദിക്കുന്നുണ്ട്. ഭരണ സംവിധാനത്തിൽപ്പെട്ട ഒരു സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാകുന്നത് സ്വാഭാവികമായും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ജോയിന്റ് കൌൺസിൽ വ്യക്തമാക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.